കർണാടകയിൽ മണ്ണിടിച്ചിൽപ്പെട്ട മലയാളി അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി കനത്ത മഴ വെല്ലുവിളി ഉയർത്തുകയാണ്. ഗംഗാവതി പുഴയിൽ അർജുൻ്റെ ലോറി കണ്ടെത്താനായില്ലെന്ന് നാവികസേന അറിയിച്ചിട്ടുണ്ട്. ലോറിയുടെ പുതിയ ലൊക്കേഷനും കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മണ്ണിന് അടിയിലാണ് ഈ ലോറി ഉള്ളതെന്ന് ബന്ധുക്കളും ലോറി ഉടമയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ കർണാടക സർക്കാരിൻ്റെ അലംഭാവമാണ് അതിലേക്കൊക്കെ നയിച്ചത്. പിന്നീട് വെള്ളത്തിൽ പോയി എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കർണാടകയിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ ബന്ധുക്കളുടെയും കേരള സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ബന്ധുക്കളുടെ ആവശ്യമൊക്കെ സംസ്ഥാന സർക്കാർ അറിയിച്ചതിൻ്റെ ഭാഗമായി നടത്തിയ തെരച്ചിലാണ് ഏറ്റവും ഒടുവിൽ നാവികസേന നടത്തുന്ന തെരച്ചിലിൽ ഈ വെള്ളത്തിലില്ല, പുഴയിൽ പോയിട്ടില്ല അർജുൻ്റെ ലോറി എന്നുള്ളത് കണ്ടെത്തുന്നത്. മണ്ണിനടിയിൽ തന്നെയാണ് അർജുൻ ഉള്ളത് എന്നുള്ളതാണ്. ജീവനോടുകൂടി മണ്ണിൻ അടിയിൽ ഒരു പക്ഷേ അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബന്ധുക്കളും ഒക്കെ അവിടെയുള്ളവരും ഒക്കെ പങ്കുവെക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആണ് സിജു കണ്ണൻ വരുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ്റെ വീട്ടിൽ നിന്നും ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, എന്തൊക്കെയാണ് ബന്ധുക്കൾ ഇപ്പോൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ അടക്കം അവിടുത്തെ അന്തരീക്ഷം? അജിംഷാദ്, ഏറ്റവും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ രക്ഷാദൗത്യം എന്ന് പറയുന്നത് അവർക്ക് ആകെ നിരാശ നൽകുന്ന ദൗത്യമായിരുന്നു ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ ഗതാഗത കുരുക്ക് അഴിക്കുന്ന രീതിയിൽ മാത്രമാണ് അവിടെ ഇത്തരത്തിൽ ഒരു രക്ഷാദൗത്യം മുന്നേറുന്നത് എന്നുള്ള നിരാശയിലായിരുന്നു ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് ആ ഒരു നിരാശ ഇപ്പോൾ മാറിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി കർണാടക സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു. മാത്രമല്ല ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടിയന്തര നിർദ്ദേശമാണ് നൽകിയത് ഇന്ന് രാവിലെയോടുകൂടി. എന്തായാലും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാവികസേന ഉച്ചയോടുകൂടി എത്തി ഗംഗാവതി പുഴയിൽ പരിശോധന നടത്തി. എന്നാൽ അവിടെ അർജുന്റെ വാഹനം ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ അവിടെ കരയിൽ ഉള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ്. രണ്ടു ഭാഗത്തു നിന്നും മണ്ണ്